വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. വരാനിരിക്കുന്ന AEPWD എക്സാമിന് വേണ്ടിയിട്ടുള്ള RCC എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് വെച്ചാൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ AEയുടെ PWDയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് RCCയിൽ നിന്നാണ് വന്നേക്കുന്നത്. 19 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് RCCയിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ RCC അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ളൊരു സബ്ജക്റ്റാണ്. നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. സോ നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. RCC എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓവർസിയറിന് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പോർഷൻ എന്ന് പറയുമ്പോൾ AEയുടെ എക്സാമിന് മാത്രമല്ല ഓവർസിയർ എക്സാംസിനും യൂസ്ഫുള്ളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോഡിൽ നിന്ന് തന്നെയാണ്. RCCയുടെ കോഡ് ബുക്ക് ഏതാണ്? RCCയുടെ കോഡ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? IS 456. ഓക്കെ, 2000. IS 456 2000 ആണ് നമുക്ക് RCCക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡ് ബുക്ക്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ RCCയുടെ ഫുൾ ഫോം എന്താണ്? എന്താണ് RCCയുടെ ഫുൾ ഫോം? RCCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്. എന്താണ്? റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് ആണ് RCCയുടെ ഫുൾ ഫോം. അപ്പോൾ RCC അടുത്ത് PCC അപ്പോൾ എന്തായിരിക്കും? RCC അറിയാമെങ്കിൽ നമുക്ക് PCC അറിയണമല്ലോ. PCC ആണ് നമ്മൾ ആദ്യകാലങ്ങളിലേക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ എല്ലാ കൺസ്ട്രക്ഷൻസും RCCയിലോട്ട് ആക്കിയത്. അപ്പോൾ PCCയുടെ ഫുൾ ഫോമും ചോദിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ RCC റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്, PCC പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്. ഇനി ആ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ തന്നെ RCCയുടെ PCCയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഇൻഗ്രീഡിയൻസ് ഓഫ് RCC: സിമൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, സ്റ്റീൽ ബാർസ്. അപ്പോൾ സിമൻറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെയിം തന്നെ ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റ്സിനെ കുറിച്ചും വാട്ടറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഓൾറെഡി മറ്റ് സബ്ജക്ട്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ എക്സ്ട്രാ എന്തുമാത്രമാണ് വരുന്നത്? സ്റ്റീൽ ബാർസ് ആണ്. അപ്പം ആദ്യത്തെ സിമൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ ഇത്രയും ചേരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? PCC വരുന്നത്. പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്, നോർമൽ കോൺക്രീറ്റ്, പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്. ഇതിൽ സ്റ്റീൽ ബാർസ് അല്ലെങ്കിൽ അതിനെ നമുക്ക് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് വരുന്നതിനെയാണ് നമ്മൾ RCC റീഇൻഫോഴ്സ്മെൻറ്റ് സിമൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഇൻഗ്രീഡിയൻറ്റിൽ വരുന്ന വ്യത്യാസം. ഇനി അതിൽ തന്നെ നമ്മൾ സിമൻറ്റിൻ്റെ കുറച്ച് ഗ്രേഡ്സും ആ ഗ്രേഡ്സിൻ്റെ കുറച്ച് ഗ്രേഡ്സ് എന്നല്ല, ഒരു 3 ഗ്രേഡ്സാണ് മെയിനായിട്ട് നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റിനുള്ളത്. ഇപ്പോൾ സിമൻറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇത് OPCയുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റിൻ്റെ 3 ഗ്രേഡ്സാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 3 ഗ്രേഡ്സിൻ്റെയും കോഡ് ബുക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് സിമൻറ്റിൻ്റെ കോഡ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം IS 456 കോഡ് ബുക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് നമ്മുടെ IS 456 ഈ ഒരു സിമൻറ്റിൻ്റെ കോഡ് മെൻഷൻ ചെയ്യുന്ന പോർഷനാണ്. സോ 33 ഗ്രേഡ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ് ആണെങ്കിൽ എന്താണ് വരുന്നത്? IS 269. 43 ഗ്രേഡ് ആണെങ്കിൽ IS 8112. 53 ആണെങ്കിൽ 12269. അതുപോലെ ഇത് 3 ഗ്രേഡ്സിൻ്റെ കാര്യം. ഓക്കെ, 269, 8112, അതുപോലെ തന്നെ 12269. അടുത്ത് പറയുന്ന റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമൻറ്റ്. റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്ന് പറയുമ്പോൾ 8041 ആണ് പറയുന്നത്. പോർട്ട്ലാൻഡ് സ്ലാഗ് ആണെങ്കിൽ 455. പോർട്ട്ലാൻഡ് പൊസ്ലോണ സിമൻറ്റ് അത് ഫ്ലൈ ആഷ് ബേസ്ഡ് ആണ്, അതാണ് എടുത്ത് പറയുന്നുണ്ട്. അതും എന്താണ്? IS 1489 പാർട്ട് 1 വരുന്നത്. ഇനി IS 1489 തന്നെ പാർട്ട് 2 ആണെങ്കിൽ അത് പോർട്ട്ലാൻഡ് പൊസ്ലോണ സിമൻറ്റ് കാൽസിനേറ്റഡ് ക്ലേ ആണ്. ശ്രദ്ധിക്കുക, സിമൻറ്റിൻ്റെ ടൈപ്പ് പറയുമ്പോൾ പോർട്ട്ലാൻഡ് പൊസ്ലോണ സിമൻറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഫ്ലൈ ആഷ് ബേസ്ഡ് ആണെങ്കിൽ പാർട്ട് 1 അതുപോലെ കാൽസിനേറ്റഡ് ക്ലേ ബേസ്ഡ് ആണെങ്കിൽ പാർട്ട് 2 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് സിമൻറ്റ് എന്ന് പറയുമ്പോൾ IS 8043 ആണ് വരുന്നത്. ദെൻ ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമൻറ്റ് അത് 12600 ആണ്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സിമൻറ്റ് ആണെങ്കിൽ IS 12330. ഇത് അറിഞ്ഞിരിക്കുക, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രേഡ്സിൻ്റെയൊക്കെ നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കോഡ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അപ്പം ഈ കോഡ് ചോദിക്കുന്നതും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ
സിമ്മൻ്റ് ചെയ്യുന്ന സമയത്ത്, സിമ്മൻറ്റിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്യും. ആ ക്യൂബിൻ്റെ സൈസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. സിമ്മൻ്റ് ആണ് എടുക്കുന്നത്, നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് സിമ്മൻ്റ് ആണെങ്കിൽ, കാസ്റ്റ് ചെയ്യുന്നത് സിമ്മൻ്റ് ആണെങ്കിൽ, കാസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സിമ്മൻ്റ് ആണ്. അപ്പോൾ കാസ്റ്റ് ചെയ്യുന്നത് സിമ്മൻ്റ് ആണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ സിമ്മൻ്റ് ആണ് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്മൻ്റ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യൂബ് സൈസ് എന്ന് പറയുന്നത് 7.07 ഇൻറ്റു 7.07 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് സൈഡ്സ് ആണ്. ഓക്കെ, ക്യൂബിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം? 7.07 സെൻറ്റിമീറ്റർ ആയിരിക്കണം സിമ്മൻറ്റിൻ്റെ. ഇനി അത് കോൺക്രീറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇത് സിമ്മൻ്റ് ആണ്, ഇനി ഞാൻ കോൺക്രീറ്റ് എന്നാണ് എടുത്ത് പറയുന്നത്, കോൺക്രീറ്റിൻ്റെ ക്യൂബ് കാസ്റ്റിംഗ് ആണ് പറഞ്ഞതെങ്കിൽ ആ ക്യൂബിൻ്റെ സൈസ് 15 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സിമെൻ്റൊക്കെ വെച്ച് നമ്മൾ ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ സ്ട്രെങ്ത് നോക്കുകയാണ്. നോർമലി നമ്മളത് ക്യൂർ ചെയ്യുന്ന പീരീഡ് എന്ന് പറയുമ്പോൾ 28 ഡേയ്സ് ആണ്. പിന്നെ സ്ട്രെങ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഡേയ്സിലെടുക്കാം, 7 ഡേയ്സിലെടുക്കാം, അതുപോലെ തന്നെ 28 ഡേയ്സിലൊക്കെയാണ് നോർമലി നമ്മൾ പറയുന്നത്. അതുപോലെ ഈ 3 ഡേയ്സിൽ നമ്മൾ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുമ്പോൾ 28 ഡേയ്സിൻ്റെ ഒരു 1/3 ആണ് 3 ഡേയ്സിൽ നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ എടുക്കുന്നത് 3 ഡേയ്സ് സ്ട്രെങ്ത് ആണ് എങ്കിൽ, 3 ഡേയ്സ് സ്ട്രെങ്ത് ആണെങ്കിൽ എനിക്ക് അത് വെച്ചാൽ 3 ഡേയ്സ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ അത് 28ൻ്റെ എത്ര ആണെന്ന് ചോദിച്ചാൽ 1/3 ഓഫ് 28 ഡേയ്സ് സ്ട്രെങ്ത് ആണ് വരുന്നത്. ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നത് 7 ഡേയിലാണെന്ന് ഇരിക്കട്ടെ. 7 ഡേയിലെ സ്ട്രെങ്ത് എന്ന് പറയുമ്പം 2/3 ആണ് വരുന്നത്. 2/3 ഓഫ് 28 ഡേയ്സ് സ്ട്രെങ്ത് ആണ് വരുന്നത്. 2/3 ഓഫ് 28 ഡേയ്സ് സ്ട്രെങ്ത് ആണ് വരുന്നത്. ഇനി നമ്മുടെ സിമെൻറ്റിൻ്റെ ഗ്രേഡ്സും അതിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയയും ഒന്ന് അറിഞ്ഞിരിക്കാം. ഗ്രേഡ്സും സ്പെസിഫിക് സർഫസ് ഏരിയയും. ഗ്രേഡ്സ് ഓഫ് സിമെൻ്റ് എന്ന് പറയുമ്പോൾ 33 ഗ്രേഡ് ആണ് എടുക്കുന്നതെങ്കിൽ 33യുടേത് ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ 2250 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് വരുന്നത്. 43 ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ 3400 ആണ്. 53 ആണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 3400 ആണ് വരുന്നത്. അപ്പം ഓർക്ക 33 ഗ്രേഡ് ആണെങ്കിൽ 2250 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് വരുന്നത്. 43 ആണെങ്കിൽ 3400-നേക്കാളും കുറയാൻ പാടില്ല. 53 ആണെങ്കിൽ 3400-നേക്കാളും കൂടുതലാണ്. ഓക്കെ, ഇതാണ് ഗ്രേഡ്സ് ഓഫ് സിമെൻറ്റ്. ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡെൻസിറ്റി. PCC പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 24 kN per meter cube. ശ്രദ്ധിക്കുക, യൂണിറ്റ് kN per meter cube. RCC ആണെങ്കിൽ 25 kN per meter cube. സ്റ്റീൽ ആണെങ്കിൽ 78.5 kN per meter cube. സിമെൻ്റ് ആണെങ്കിൽ 14.4 kN per meter cube. ബ്രിക്ക് ആണെങ്കിൽ 18 to 20 kN per meter cube ആണ് വരുന്നത്. അടുത്ത് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ സിമെൻറ്റിൻ്റെ ഇത്ര കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ, കാരണം ബാക്കിയെല്ലാം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അതിലുള്ള എല്ലാ കാര്യങ്ങളും വേണം. ടൈപ്സ് വേണം, അതിൻ്റെ ടെസ്റ്റ്, ലബോറട്ടറി ടെസ്റ്റ് വേണം, ഫീൽഡിൽ നടക്കുന്ന ടെസ്റ്റ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതൊന്നും ഞാൻ ഇവിടെ പറയാത്തത് നമ്മൾ മെറ്റീരിയലിൽ തന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആയതുകൊണ്ടാണ്. അടുത്തത് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റും ഇൻ ഡെപ്തിലൊന്നും പോകുന്നു, മീൻസ് നമ്മൾ പഠിച്ച പോർഷനിലോട്ട് പോകുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻ അഗ്രിഗേറ്റ്സ് നമ്മൾ പൊതുവേ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ വോയിഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് പർപ്പസ് എന്ന് പറയുന്നത്? വോയിഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ്. വോയിഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പർപ്പസ്. അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം സാൻഡ്സ്റ്റോൺ സെക്കൻഡ് ആണ്. കൺസ്ട്രക്ഷൻ വർക്കിന് നമ്മുടെ IS കോഡ് ബുക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്നത് മീഡിയം സാൻഡ്സ്റ്റോൺ സെക്കൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നോർ ആണ്. എന്നോർ, തമിഴ്നാട്ടിലെ എന്നോറിലാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫൈൻ അഗ്രിഗേറ്റ് അവൈലബിൾ ആയിട്ടുള്ള. അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ സോൺസ് അറിഞ്ഞിരിക്കുക. സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4.